നമസ്കാരം. കേരളത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ശക്തി ക്ഷയിക്കുന്നു എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ CPM-ൽ പാർട്ടിയിൽ പിണറായി വിജയൻ്റെ ശക്തി ക്ഷയിക്കുന്നു എന്ന് പറയുന്നത് പോലെ പാർട്ടിയുടെ PBയിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ പിണറായിയുടെ പിണറായി യുഗം, പിണറായിയുടെ ഒരു കരുത്ത് PBയിൽ നിന്നും പോകുന്നോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ പാർട്ടിയുടെ വരാൻ പോകുന്ന 24ാമത് ചെന്നൈയിൽ നടക്കുന്ന തമിഴ്നാട്ടിൽ നടക്കുന്ന തമിഴ്നാട്ടിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ കരട് രേഖ തയ്യാറാക്കുന്നതിന് പാർട്ടി PB അംഗങ്ങളുടെ യോഗത്തിൽ പാർട്ടിയുടെ പ്രായപരിധി 75 എന്ന കാര്യത്തിൽ പാർട്ടിയുടെ ആ തീരുമാനം ഉറപ്പിക്കുകയായിരുന്നു പാർട്ടിയുടെ കരട് രേഖ തയ്യാറാക്കുന്ന PB യോഗത്തിൽ. ഒരിക്കലും പിണറായി വിജയൻ മനസ്സുകൊണ്ട് കരുതിയിരുന്നില്ല 75 വയസ്സ് പ്രായപരിധി തനിക്കും ബാധകം ആകും എന്ന്. എന്നാൽ 75 വയസ്സ് പ്രായപരിധി ബാധകം ആണ്. അത് പിണറായിക്കും ബാധകമാകുന്നത് പാർട്ടിയിലെ ബംഗാൾ ഘടകം അതിനെ അനുകൂലിച്ചു. അതായത് സീതാറാം യെച്ചൂരി എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ മരണശേഷം സീതാറാം യെച്ചൂരി മരിച്ച ശേഷം ഒരു താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ പ്രകാശ് കാരാട്ടാണ് ഉള്ളത്. അതായത് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിൽ പോളിറ്റ് ബ്യൂറോയിൽ പാർട്ടി കമ്മിറ്റികളിൽ സീതാറാം യെച്ചൂരിയുടെ വാദങ്ങൾക്ക് നിരന്തരം എതിർക്കുന്ന ഒരു എതിർ ശബ്ദമായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ ഇപ്പോൾ ഇത്തരത്തിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ 75 വയസ്സ് മാനദണ്ഡം ഒരു കരട് പ്രമേയമായി അത് വരികയും 75 വയസ്സ് കഴിയുമ്പോൾ പാർട്ടിയിൽ നിന്ന് 75 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടിയിൽ നിന്ന് പോകുന്നു. പാർട്ടി പ്രവർത്തനം ഒരു ജോലി പോലെയാണ്. പാർട്ടി പ്രവർത്തനത്തിന് ഒരു 75 വയസ്സിന് ശേഷം പിന്നെ പാർട്ടി പ്രവർത്തിക്കേണ്ട കാര്യമില്ല എന്ന പാർട്ടി കഴിഞ്ഞ കോൺഗ്രസിൽ തീരുമാനിച്ച അത് ഇപ്പോൾ കരട് പ്രമേയമായി അംഗീകരിക്കുന്നു. പിണറായിക്ക് അത് ബാധകമാകുന്നു. ബംഗാൾ ഘടകം ഒരുപോലെ നിന്നുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് പറയേണ്ടി വരുന്നത് പിണറായി ഇനി സ്ഥിരം ക്ഷണിതാവായി മാറുമോ, എങ്ങനെയാകും ഇനിയൊരു എന്താണ് പിണറായിയുടെ ഇനിയുള്ള രാഷ്ട്രീയം? ഈ PB ഇനി വരാൻ പോകുന്ന 24ാം പാർട്ടി കോൺഗ്രസ്സിൽ ഇങ്ങനെ പിണറായി മാറുമ്പോൾ ബാക്കി ആരെല്ലാം 75 വയസ്സിൻ്റെ പ്രായപരിധിയിൽ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, പിണറായി വിജയൻ, സൂര്യകാന്ത് മിശ്ര, G രാമകൃഷ്ണൻ, സുഭാഷിണി അലി എന്നിങ്ങനെ ഇവർക്കെല്ലാം 75 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 75 വയസ്സ് മാനദണ്ഡത്തിൻ്റെ പേരിൽ പാർട്ടിയിലെ കേരളത്തിലെ പലരും അതിനെ എതിർത്തിരുന്നു. G സുധാകരനൊക്കെ അതിനെ എതിർത്ത് സംസാരിച്ചിരുന്നു. ഏതായാലും പിണറായിക്ക് ഇപ്പോൾ ബംഗാൾ ഘടകത്തിൻ്റെയും പോളിറ്റ് ബ്യൂറോയുടെയും ഒക്കെ പിണറായി ഇങ്ങനെ അനഭിമതനാകുന്നതിൻ്റെ കാരണം പിണറായിയുടെ BJP ബാന്ധവമാണ്. മകളെ രക്ഷിക്കാനായി അദ്ദേഹം BJP ബാന്ധവത്തിന് ശ്രമിക്കുന്നു എന്നുള്ളത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ചർച്ചയായിട്ടുണ്ട്, പാർട്ടിക്കകത്ത് ചർച്ചയായിട്ടുണ്ട്. ഏതായാലും ഇനി കേരളത്തിൽ നിന്ന് ഒരു പാർട്ടി ജനറൽ സെക്രട്ടറി വരരുത് എന്ന ഒരു ആഗ്രഹം പിണറായിക്കുണ്ട്. അത് MA ബേബിയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു. ഏതായാലും കേരളത്തിൽ നിന്ന് ഒരു അംഗം പാർട്ടി സെക്രട്ടറി ആകുന്നതിനോട് പിണറായിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ പിണറായിയെ 75 വയസ്സ് മാനദണ്ഡത്തിൽ വെട്ടുന്നതിന് മരണപ്പെട്ട സീതാറാം യെച്ചൂരി തന്നെയാണ് കാരണക്കാരൻ എന്ന് പിണറായിയുടെ ഭക്തന്മാർ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ കണ്ണൂരിൽ നടന്ന കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിൽ വന്നത്. അതായത് ഇനി 75 വയസ്സ് കഴിയുന്നവരെ പാർട്ടിയിൽ വേണ്ട, ഇനി പാർട്ടിയിൽ തുടരേണ്ട വയസ്സ് മാനദണ്ഡമാക്കി ചെയ്യുമ്പോൾ മരണപ്പെട്ട സീതാറാം യെച്ചൂരിക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ഇനിയും നീണ്ടകാലം പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായിരുന്നു. പിണറായി ഒരു വേള സീതാറാം യെച്ചൂരി പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ രാജ്യസഭയിൽ ഒരു സീറ്റ് വരുമ്പോൾ അത് കോൺഗ്രസിലെ സോണിയാഗാന്ധി തന്നെ സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. സീതാറാം യെച്ചൂരി പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടിയുടെ ഒരു നയം, അതായത് BJPയെ ഇന്ത്യയിൽ നിന്ന്
നിർമ്മാർജ്ജനം ചെയ്യുന്ന BJP-യുടെ ശക്തി കുറയ്ക്കുന്നതിന് കോൺഗ്രസുമായി കൂടെ നിന്നുകൊണ്ട് നീങ്ങണം എന്നുള്ളത്, കോൺഗ്രസുമായി കൂടെ നിന്ന് BJP-യുടെ ശക്തി കുറയ്ക്കണമെന്നുള്ള സീതാറാം യെച്ചൂരിയുടെ നീക്കത്തിനെ ഒക്കെ പിണറായി എതിർത്തിരുന്നു. അതായത് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകുന്നതിന് ഏറ്റവും കൂടുതൽ പാർട്ടിയിൽ എതിർത്ത ഒരു അംഗം പിണറായി ആയിരുന്നു. കേരളത്തിൽ VS പക്ഷത്തെ അല്ലെങ്കിൽ VS എന്ന നേതാവിനെ ഏറ്റവും കൂടുതൽ പിണറായി ദ്രോഹിച്ച സമയത്തും സീതാറാം യെച്ചൂരി VS-നോടൊപ്പം നിന്നതാണ്. ഏതായാലും ഇനി വരാൻ പോകുന്ന തമിഴ്നാട് പാർട്ടിയുടെ 24-ാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ഈ 17 അംഗങ്ങളും പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ, പിണറായി ഉൾപ്പെടെയുള്ള PB അംഗങ്ങൾ പോകുമ്പോൾ തീർത്തും പുതിയ അംഗങ്ങൾ തന്നെ ആയിരിക്കും പാർട്ടിയുടെ PBയിൽ ഉണ്ടാകുക എന്നുള്ളത് തീർത്തും നിശ്ചയം. ഏതായാലും യെച്ചൂരിയുടെ പിൻഗാമിയായി കേരളത്തിൽ നിന്ന് ഒരു ആൾ വരരുതെന്ന് പിണറായി പക്ഷത്തിന്, അതായത് പിണറായിക്ക് ആഗ്രഹമുണ്ട്. അതായത് 75 വയസ്സ് മാനദണ്ഡത്തിൽ ഇതിൽ നിന്ന് മുമ്പ് പോയത് രാമചന്ദ്രൻ പിള്ളയായിരുന്നു. രാമചന്ദ്രൻ പിള്ളയും പ്രകാശ് കാരാട്ടും പിണറായിയും ഒക്കെ ഒരു പക്ഷക്കാരായിരുന്നു. പ്രകാശ് കാരാട്ടിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്ന കാരാട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാരാട്ടിന് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു പിണറായി. തിരിച്ചും പിണറായി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു പ്രകാശ് കാരാട്ട്. അങ്ങനെ അന്ന് പാർട്ടിക്കകത്ത് കേരളത്തിലുണ്ടായ പല പ്രശ്നങ്ങളും, VS-നെതിരെ ഉണ്ടായ പല പ്രശ്നങ്ങളിലും യെച്ചൂരിയാണ് VS-നോടൊപ്പം നിന്നത്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തന്നെ വരാം. പിണറായി യുഗം കേരളത്തിൽ അവസാനിക്കുന്നത് പോലെ ഈ 24-ാം പാർട്ടി കോൺഗ്രസ് 2025-ൽ നടക്കുമ്പോൾ പാർട്ടിയിലെ പിണറായിയുടെ അപ്രമാദിത്വം അവസാനിക്കും. PB അംഗം ആയിരിക്കുന്ന പിണറായി പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി വിരമിച്ച ഒരു ക്ഷണിതാവായി മാറിപ്പോകാനാണ് സാധ്യത. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ പാർട്ടിക്കെതിരെ ചെയ്യുന്ന ദ്രോഹങ്ങൾ, തനിക്ക് ശേഷം പ്രളയം, ഇനി താൻ പോയി കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിച്ചാൽ പ്രളയമെങ്കിൽ പ്രളയം സംഭവിക്കട്ടെ. പാർട്ടിയിൽ ഇപ്പോൾ ബാക്കി തെരുവിൽ യുദ്ധം ചെയ്യുന്നവർ, ഈ കാണിക്കുന്ന പിണറായി ഉൾപ്പെടെയുള്ളവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് ഇനി പാർട്ടിയിൽ നിൽക്കുന്ന ഞങ്ങളൊക്കെ എന്ത് ചെയ്യും എന്നുള്ള, ഞങ്ങൾക്കിനി ഇതിൽ തുടരാൻ പറ്റുമോ എന്നുള്ള നല്ല ലക്ഷ്യമല്ല, ഇനി ഞങ്ങൾക്ക് വല്ലതും കിട്ടുമോ, ഇനി ഞങ്ങൾ കിട്ടാനുള്ള വഴി അടയുമോ എന്നാണോ അവർ ചോദിക്കുന്നത് എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. നന്ദി, നമസ്കാരം.